വെരി സോറി, ഞാനൊരു ചെറിയ വീഡിയോ കൂടി ചെയ്തിട്ട് അവസാനിപ്പിക്കാം. അതുകൊണ്ടെന്തെങ്കിലും ഇതും കൂടി നേരത്തെ പൂർത്തിയാവുള്ളൂ. വിട്ടുപോയതാണ്. ഞാൻ അമ്പലപ്രേമിയായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ ഈ പരമശിവൻ്റെ പ്രതിഷ്ഠയുണ്ട്. ശരിക്കും പരമശിവൻ്റെ അമ്പലമാണെന്നും ചിലവർ പറയുന്നുണ്ട് ഈ കൊടുങ്ങല്ലൂർ അമ്പലം. എനിക്കിതിൽ ആധികാരികത ഇല്ല. അത് കിഴക്കോട്ട് ദർശനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ഞാൻ കേട്ടാണ്. അത് പരമശിവൻ്റെ അമ്പലമായിരുന്നു. പിന്നെ ദേവിക്ക് പ്രാധാന്യം കിട്ടിയതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ആറാട്ടുപുഴ പൂരം വടക്കോട്ടല്ല, പടിഞ്ഞാട്ട് ദർശനം. അപ്പോൾ ഈ പറഞ്ഞ 4 അമ്പലങ്ങളും ഈ ആറാട്ടുപുഴയും ഇത് ഒരേ നേർരേഖയിലാണെന്നാണ് ഓരോ റിസർച്ചുകൾ പറയുന്നത്. ഓരോ ക്ഷേത്രപ്രേമികൾ ഒരേ നേർരേഖ. അപ്പോൾ നമ്മുടെ ഈ അമ്പലങ്ങൾ, നമ്മുടെ ഈ അതിരുകളില്ലേ, ഇന്ത്യ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഭാരമുള്ള അതിരുകളൊക്കെ ഈ അമ്പലങ്ങൾ വന്നിട്ടുണ്ട്. ഈ നേർരേഖ, ഭൂമധ്യരേഖ, ഇതൊക്കെ കൃത്യമായിട്ട് ഋഷിമാർ ചെയ്തു വെച്ച് പോയ സ്ഥലമാണിത് ഭാരതം. നമുക്കിപ്പോൾ നമ്മുടെ വീട്, ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, നമുക്ക് നല്ല സ്ത്രീകളോട് സ്നേഹം ഉണ്ടെങ്കിൽ, കുട്ടികൾക്ക് വീട്ടിലും പുറത്തും ഭൗതികതയിലും സ്നേഹം ഉണ്ടെങ്കിൽ നമ്മുടെ വീട് നമുക്ക് അമ്പലമാക്കാം. പക്ഷേ അതിനും കവച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഭൗതികത കിടക്കുന്നതാണ് ഹൈന്ദവ അമ്പലങ്ങൾ, അവരുടെ സംസ്കാരം, ആ നാട്ടുവിശേഷങ്ങൾ, നാട്ടാചാരങ്ങളെല്ലാവരും എല്ലാം പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട സ്നേഹത്തിൻ്റെയാണ് നമ്മൾ. ഇതെല്ലാം ഇന്ത്യ മുഴുവൻ ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെയും കേരളത്തിലാണ് ഇപ്പോഴും നമുക്ക് കുറച്ച് ബ്രാഹ്മണന്മാരെ കാണാൻ പറ്റുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത്. വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ പോയി ചില സ്ഥലങ്ങളിലൊക്കെ അവർക്ക് തന്നെ പൂജിക്കാം, ആർക്ക് വേണമെങ്കിലും പൂജിക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് അവിടുത്തെ ഒരു ഇത് പോയാണ്. ഹിമാലയൻ സ്റ്റൈലൊക്കെയാണ് തമിഴ്നാട്ടിൽ പോയാണ്. പിന്നെ നിങ്ങൾ ഉള്ളിൽ പോകുമ്പോൾ അങ്ങനെ പിന്നെ ഈ ചിദംബരത്ത് പോകുമ്പോൾ അവിടെ നല്ലൊരു ബ്രാഹ്മണ സമൂഹം ഉണ്ട് തോന്നുന്നുണ്ട് തമിഴ്നാട്ടിൽ. അങ്ങനെയൊന്നും വേറെ സ്ഥലങ്ങളിൽ നിന്ന് പോയി തെലുങ്കാനയിലും കുറച്ച് അവിടെ കാണാൻ പറ്റുമായിരിക്കും. പിന്നെ അവിടെ ഉത്തരത്തിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബ്രാഹ്മണ്യം എങ്ങനെയാണെന്ന് എനിക്ക് കാണാൻ പറ്റണില്ല, എനിക്കറിയില്ല. അമ്പലങ്ങൾ അങ്ങനെയൊന്നും ഞാൻ പോയിട്ടില്ല. അവിടെ ഉണ്ടാവാം. കേരളത്തിൽ നമുക്ക് സുഖമായിട്ട് അത് അറിയാൻ പറ്റും, ആ ഒരു ഭൗതികത, അതിൻ്റെ സുഖം. അപ്പോൾ 29 ദിവസത്തെ പൂരം നടത്തുമ്പോൾ അവിടെ സ്ത്രീകൾക്ക് കുളിച്ചു തൊഴാനുള്ള കുളമൊക്കെ വൃത്തിയാക്കുക, നമുക്ക് കുളത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും ജോലി കൊടുക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ കുളിച്ചു തൊഴുന്ന അപ്പോൾ ആ കുളിച്ചു തൊഴുമ്പോൾ അവിടെ നമ്മുടെ പൊട്ട ഒരു സംസ്കാരം ഇല്ല, വേറെ ഒന്നും. അപ്പോൾ സ്ത്രീകൾ കുളിച്ചു തൊഴാനായിട്ട് നമുക്കൊരു ചെറിയ ഒരു 10,000 രൂപ ചിലവിലൊക്കെ നമുക്കൊരു ഷീറ്റൊക്കെ വിരിച്ച് ഡ്രസ്സ് മാറാനുള്ള ക്ഷേത്രം തന്നെ. എന്നാൽ അതിൻ്റെ നല്ല ഭൗതികതയും അവർ കുളിച്ച് ഡ്രസ്സ് മാറട്ടെ, അത് ഓപ്പണായിട്ട് വേണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അതൊന്നും ആരും ചെയ്യണില്ല, ആരിപ്പോൾ കുളിക്കുന്നില്ല. ഇപ്പോൾ കുളിയുടെ കേസല്ല, പെണ്ണുങ്ങളെ കുളിയല്ല പറയുന്നത് ഞാൻ പറയണത് എല്ലാ അമ്പലത്തിലും അമ്പലകുളത്തിലും അത് വേണമെന്നാണ് ഞാൻ പറയുന്നത്. സ്ത്രീകൾക്ക് ആ സ്ത്രീ കടവിൽ ഒരു ഡ്രസ്സ് മാറാനുള്ള ഒരു നല്ലൊരു കുളിമുറി, ആ ഒരു സംഭവം ഉണ്ടാവുന്ന രീതിയിൽ ഉണ്ടാവണം. നിങ്ങൾ ചിന്തിക്കൂ, ഞാൻ പറഞ്ഞു മാത്രം ഓരോ തോന്നലുകൾ പറയാനുള്ളത്. എല്ലാ വീഡിയോയും ഇപ്പോൾ നാളെ എന്തെങ്കിലും അതല്ല, ഓരോ തോന്നലുകളും ഓരോരോ അങ്ങനെയൊക്കെയാണ് യൂട്യൂബർമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തോന്നിയതല്ല, ഒന്നും മുഴുവൻ പറയാനും വേണ്ടില്ല. നമ്മൾ എന്തെങ്കിലും നമുക്കൊരു ക്വാളിറ്റി ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഇതൊരു ക്വാളിറ്റി ഉള്ള കാര്യം എനിക്ക് തോന്നുന്നു. അങ്ങനെ നിൽക്കണു, പ്രത്യേകിച്ചൊന്നുമില്ല. അടുത്ത ക്ലാസ്സുകൾ ഈ 5-6 വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യങ്ങൾ, നല്ല നല്ല ക്ലാസ്സുകളിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, നല്ല വീഡിയോസ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നിൽക്കുന്നു. ഇതുവരെ ഫോളോ ചെയ്തവരൊക്കെ ഫോളോ ചെയ്യുക, സ്നേഹിക്കാൻ പഠിക്കുക, അല്ലെന്ന് സ്നേഹിക്കുക. എല്ലാവരും, നമ്മളാർക്കും ശത്രുവല്ല, സ്നേഹം മാത്രം. നന്ദി, നമസ്കാരം.